അപ്പോൾ നമ്മുടെ ഇക്കിഗായ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞു വരുന്നത്. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സന്തോഷം. എനിക്ക് സന്തോഷം വേണം, എനിക്ക് സന്തോഷം കിട്ടണം, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ സന്തോഷം കിട്ടണം, ഇത്തരത്തിലുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ് ശരിക്കും നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രേരണ നൽകുന്നത്. അതാണ് നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറമേയുള്ള കുറച്ച് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സൊസൈറ്റി അതിനെ ജഡ്ജ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് നല്ല ജോലിയുണ്ട്, സ്ഥിരതയുള്ളൊരു ജോലിയുണ്ട്, സ്ഥിര വരുമാനമുണ്ട്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വരുമാനമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ സൊസൈറ്റി അയാൾക്ക് സന്തോഷമുണ്ടെന്ന് അങ്ങ് അസ്യൂം ചെയ്യും. പക്ഷേ ഇപ്പോൾ നല്ല ജോലി ഉണ്ടായിട്ടും സ്ഥിരതയുള്ളൊരു വരുമാനം ഉണ്ടായിട്ടും ഒക്കെ ലൈഫിന് ഒരു അർത്ഥമില്ല, ഞാൻ എന്തിനാണിപ്പോൾ എൻ്റെ ലൈഫിനൊരു അർത്ഥമില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഉള്ള ആളുകളാണ് ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? നമ്മളിപ്പോൾ നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം പോകുന്നതേ അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഞാനായി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്, അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു പോയിന്റിലാണ് ശരിക്കും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് നമ്മുടെ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്.